ഈയിടെ സോഷ്യൽ മീഡിയയിൽ തുടരെ ഇങ്ങനെ പോസ്റ്ററുകളൊക്കെ വന്നിരുന്നു. ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചവരിൽ സ്പെയിനിന്റെ ലോകകപ്പ് ജേതാവായ മിഡ്ഫീൽഡ് സൂപ്പർ സ്റ്റാർ ബാഴ്സയുടെ മുൻ പരിശീലകനുമായ സാവി ഹെർണാണ്ടസും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ അത്ഭുതപ്പെടുത്തി. കൂടെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് വളരെയധികം സന്തോഷവുമായിട്ടോ. സാവി സ്വന്തം അക്കൗണ്ടിൽ നിന്നുമാണ് ഒരു മെയിൽ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇങ്ങനെ മാനേജറായിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ചെലവുകൾ ഫെഡറേഷന്റെ കഴിവിനും അപ്പുറമായതിനാൽ സാവിയുടെ അപേക്ഷയുമായി മുന്നോട്ട് പോകാൻ ഫെഡറേഷന് കഴിയാതെ വരികയാണ് ചെയ്തത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ. ഏകദേശം 3.5 ബില്യൺ ആരാധകർ ഈ ഫുട്ബോളിനുണ്ട്. എന്നാൽ 146 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ക്രിക്കറ്റ് കഴിഞ്ഞാൽ ഫുട്ബോളിലാണ് ആരാധകർ. എന്നിട്ടും നമുക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈയിടെ ഫിഫ റാങ്ക് പുറത്തുവിട്ടപ്പോൾ 2025 ജൂലൈ 10 പ്രകാരം ഇന്ത്യ 133 സ്ഥാനത്താണ്. 1113 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇത് 9 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന ഒരു സ്ഥാനമാണ്. ഇതിനു മുമ്പ് 2016 ഡിസംബറിൽ 135 സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. റാങ്കിൽ ഒന്നാമതുള്ളത് അർജന്റീന, രണ്ടാമത് സ്പെയിൻ, 3 ഫ്രാൻസ്, 4 ഇംഗ്ലണ്ട്, ബ്രസീൽ, പോർച്ചുഗൽ, നെതർലാൻഡ്, ബെൽജിയം, ജർമ്മനി, അങ്ങനെ നീണ്ടുപോകുന്ന ഈ ലിസ്റ്റ്. നമുക്ക് ആശ്വസിക്കാനായിട്ട് ഏഷ്യയിൽ നിന്നും ഇറാൻ 20-ലുണ്ട് കേട്ടോ. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 24-ാമതാണ്. ഏഷ്യയിൽ ഏകദേശം 46 മുതൽ 47 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. റാങ്കിൽ ഒന്നാമത് നിൽക്കുന്നത് ജപ്പാൻ, രണ്ടാമത് ഇറാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ഖത്തർ പോലുള്ള ടീമുകൾ ടേബിളിന്റെ ആദ്യത്തിലെത്തിയിട്ടുണ്ട്. ദക്ഷിണേഷ്യൻ അതായത് സാഫിൽ രാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ഒന്നാമത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം മികവിലെത്താതെ പോകാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഒരെണ്ണം പറഞ്ഞത് അധിക ശ്രദ്ധയും ക്രിക്കറ്റ് കളിക്ക് വേണ്ടിയാണ്. ഇവിടെ ക്രിക്കറ്റ് ഡോമിനേഷനാണ് നടക്കുന്നത്. 93% സ്പോർട്സ് ആരാധകരും ക്രിക്കറ്റിനാണുള്ളത്. ഇന്ത്യയിൽ ഫുട്ബോളിനേക്കാൾ വലിയ ആരാധക ശ്രദ്ധയും സാമ്പത്തിക പിന്തുണയും ക്രിക്കറ്റിനാണ്. അതിനാൽ ഫുട്ബോളിന് വേണ്ടത്ര പിന്തുണയും വികസനവും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് വളരെ കുറവാണ്. നല്ല രീതിയിലുള്ള അക്കാഡമികൾ വളരെ കുറവാണ്. പൊതുവെ ചെറുപ്പത്തിൽ ഫുട്ബോളിന്റെ അടിസ്ഥാനപരമായ പരിശീലനം നൽകുന്ന സംവിധാനം വളരെ ദുർബലമാണ് അക്കാഡമികൾ. അങ്ങനെയെങ്കിൽ നല്ല കളിക്കാരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ സ്കില്ലുകളുടെ കുറവ്. അന്താരാഷ്ട്ര ടീമുകളുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ കളിക്കാർക്ക് ഉന്നത നിലവാരത്തിലുള്ള സാങ്കേതിക ശൈലികൾ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള ലീഗുകളുടെ അഭാവം. നമുക്ക് നിലവിൽ ISL, ഐ ലീഗ് പോലുള്ള ലീഗുകൾ നിലവിൽ ഉണ്ടെങ്കിലും അവയുടെ മത്സര നിലവാരം യൂറോപ്യൻ ലീഗുകളോടും അതുപോലെ തന്നെ ഏഷ്യൻ ലീഗുകളോടൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അടിത്തട്ടിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ടോപ്പ് ലെവൽ കോച്ചിങ്ങിന് കുറവ്. ഉയർന്ന നിലവാരമുള്ള വിദേശ പരിശീലകരെയും അതുപോലെ തന്നെ ശാസ്ത്രീയ പരിശീലന രീതികളെയും ഇന്ത്യയിൽ സ്ഥിരമായി കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കളിക്കാർക്ക് വേണ്ടത്ര ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കുറവ്. കൂടുതൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള കളിക്കാരെ ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ഫിറ്റ്നസ് ശാസ്ത്രം അതുപോലെ തന്നെ സ്പോർട്സ് സയൻസ് അതെല്ലായിടത്തും ലഭ്യവുമല്ല. മറ്റൊരു തലത്തിൽ എടുത്തു നോക്കുമ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ കുറവ്. ഇന്ത്യൻ ടീമിന് ലോകതലത്തിലുള്ള ശക്തമായ ടീമുകൾക്കെതിരെ സ്ഥിരമായി കളിക്കാൻ അവസരങ്ങൾ വളരെ കുറവാണ്. ഇതിനാൽ എക്സ്പീരിയൻസ് കുറയുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ഇന്ത്യൻ ടീമിനെ പിന്നിലേക്കാണ് നയിക്കുന്നത്. ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ നല്ല ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.